നമ്മൾ അറിയാത്തതായി എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് കണ്ണേട്ടാ. അതെ, പക്ഷേ അങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത് നമ്മൾ ഒന്നിച്ചതിന് ശേഷം. അങ്ങനെ നമ്മളെ ഒന്നിപ്പിക്കാൻ നിമിത്തമായത് ഭഗവാൻ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. എന്താ താൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. പിന്നെ നിന്നെ ഒന്ന് വന്ന് കാണാൻ എനിക്ക് തോന്നിയില്ല. നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയിൽ എനിക്ക് ദേഷ്യമുണ്ടെങ്കിലും സ്വന്തം മോൾ അമ്മയാവാൻ പോകുന്നെന്നറിയുമ്പോ പിന്നെ പകയും പ്രതികാരം ഉള്ളിൽ വെച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. അവനില്ലേ ഇവിടെ? ഇല്ല, പുറത്തേക്ക് പോയിരിക്കോ. ഞാനും പുറത്തോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. എന്തൊരു ചെറിയ വീടാ ഇത്. മേഘന്റെ ആ വലിയ വീട്ടിൽ നിന്ന് ഇതുപോലൊരിടത്ത് വന്ന് താമസിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? ആ വലിയ വീട്ടിൽ കിട്ടിയതിനേക്കാൾ സുഖവും സന്തോഷവും എനിക്കിവിടെ കിട്ടുന്നുണ്ടമ്മേ. ആ, ഇനിയിപ്പോ അതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. നാളെ ഞായറാഴ്ചയായിട്ട് നിനക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ. ആ, ഞാൻ നാളെ രാവിലെ തന്നെ വരാം നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. അത് പിന്നെ ഉണ്ണിയേട്ടനും കരുണേടത്തേക്കൊന്നും ഇഷ്ടമല്ലല്ലോ ഞാൻ അങ്ങോട്ട് വരുന്നത്. അവരുടെ ഇഷ്ടം നോക്കിയിട്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. എന്റെ മോളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുമ്പോ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് അവൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കേണ്ടതേ ഒരമ്മ എന്ന നിലയിൽ എന്റെ കടമയാ. ഏട്ടനും ഏട്ടത്തെയും വന്നായിരുന്നു കുറച്ചു മുമ്പ്. ഒരുപാട് പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാ വന്നത്. അതെ, കണ്ണനെ നിനക്ക് വിശ്വസിക്കാം. പക്ഷേ അവളെ വിശ്വസിക്കരുത്. അവൾക്ക് അമ്മയാവാൻ കഴിയാത്തതുകൊണ്ട് ചിലപ്പോ അവള് കൊണ്ടുവരുന്ന പലഹാരത്തിലും ഫ്രൂട്ട്സിലും ഒക്കെ എന്തൊക്കെ ചേർക്കുമെന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ടേ. ആരെങ്ങനെ ചെയ്താലും ഏട്ടത്തി അത് ചെയ്യില്ല. ഓ, ഇപ്പൊ എല്ലാവർക്കും അവളെ ഭയങ്കര വിശ്വാസമാണല്ലോ. ഒരുത്തനാണെങ്കി അമ്മയെ പോലും തള്ളിക്കളഞ്ഞിട്ട് അവളെ മുറുകെ പിടിച്ചോണ്ടിരിക്കുക. അമ്മയുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാലോ. മേഘനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനും അമ്മയ്ക്കും ഉണ്ണിയേട്ടനും ഒപ്പം ആയിരുന്നല്ലോ നിന്നിരുന്നത്.
കണ്ണേട്ടനും ഏട്ടത്തി ഒന്നിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ? അതിൽ നിങ്ങൾ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളപ്പോ ഏട്ടൻ പിന്നെ ഏട്ടത്തി അല്ലാതെ അമ്മയെ മുറുകെ പിടിക്കണോ? ഞാൻ തർക്കത്തിനൊന്നും വന്നതല്ല. അവൾ അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം അവൾക്ക് കിട്ടിയല്ലോ. ഇപ്പൊ കമ്പനിയെല്ലാം അവളുടെ പേരിലായില്ലേ? അത് നന്നായെന്നേ ഞാൻ പറയൂ. എത്തേണ്ട കൈകളിൽ തന്നെയാ കണ്ണേട്ടന്റെ സമ്പത്തെല്ലാം എത്തിയിരിക്കുന്നത്. ഏട്ടത്തി അത് നശിപ്പിക്കില്ല. ഇപ്പൊ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിക്കൊക്കെ നല്ല വളർച്ചയാണെന്നാ എല്ലാരും പറയുന്നത്. ഓ, വളർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചോട്ടെ. അവസാനം ഒരു ദിവസം ഉണ്ടല്ലോ, എല്ലാം കൊണ്ട് അവൾ ഒരു പോക്കങ്ങ് പോവും. അന്നേ അവൻ പഠിക്കത്തുള്ളൂ അവന്റെ അമ്മയുടെ അനിയന്റെ ഒക്കെ വില. കണ്ണേട്ടനെ കാര്യങ്ങൾ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവും ഉണ്ട്. അതുകൊണ്ട് കണ്ണേട്ടൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കില്ല. ഏട്ടൻ ഇന്ന് നമ്മളെല്ലാം സ്നേഹിച്ചിട്ടേ ഉള്ളൂ അമ്മ. പക്ഷെ നമ്മൾ കണ്ണേട്ടനെ സ്നേഹിച്ചത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാ. നിനക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നാളെ നിന്നെ വിളിക്കാൻ വരുമെന്ന് പറയാൻ. ആ നേരത്ത് നീ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ഞാൻ വരണോ വേണ്ടേന്ന് എനിക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റില്ല അമ്മേ. സാഗരേട്ടനോട് കൂടെ ചോദിക്കണം. ഓ, ഇനിയിപ്പോ അവന്റെ അനുവാദമില്ലാതെ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നതിന് സാഗരേട്ടൻ എതിർത്തിട്ടൊന്നുമില്ല. എങ്കിലും ഇനി എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതെന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണോന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാ പിന്നെ ചോദിക്ക്, എന്നിട്ട് മതി. ഇനിയിപ്പോ അവൻ വിട്ടില്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കാമെന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അമ്മ ഇരിക്കെ, വീട്ടിലേക്ക് വന്നതല്ലേ, ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാം. ഏയ്, വേണ്ട വേണ്ട. അവൻ എടുത്തു തന്ന വീട്ടിന്നേ ഞാൻ ചായ ഒന്നും കുടിക്കുന്നില്ല. വീട് കയറി കാണുന്നുമില്ല. അങ്ങനെ കാണാനും മാത്രം ഇവിടെ ഒന്നും ഇല്ലല്ലോ. ആ, നീ എന്തായാലും അവനോടൊന്ന് സംസാരിക്ക. നാളെ രാവിലെ ഞാൻ വരാം. ശരി. നാളെ രാവിലെ നീ അങ്ങ് വാ. അവന്റെ കുഞ്ഞിനെ നീ പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടി. മഞ്ജു, ഇവിടെ ഒരാള് വന്നിരുന്നു. ആരാ? എന്റെ അമ്മ തന്നെ. അമ്മയോ? ആ, എനിക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഞാനേ വീട്ടിലേക്ക് വരണോന്ന് പറയാൻ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഒന്ന് പോയിക്കളയാം. ആയിക്കോട്ടെ. ഞാനും കണ്ണേട്ടനെ കൊണ്ട് ഒരു അമ്പലത്തിലേക്ക് പോവാ. അധികം ആർക്കും അറിയാത്തൊരു അയ്യപ്പ ക്ഷേത്രത്തിലേക്ക്. സൂക്ഷിച്ചൊക്കെ വേണേ എടുത്തി. അതുകൊണ്ടല്ലേ മാറിയൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എന്തായാലും അമ്മ മോളെ വിളിച്ചതല്ലേ, ആ ക്ഷണം സ്വീകരിക്കാതിരിക്കണ്ട. ശരി മോളെ. ശരി എടുത്തി. എന്താടോ? മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മ ചെന്നിരുന്നു മോളെ വിളിക്കാൻ. അത് മോളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ല.
സാഗറിനോടുള്ള വെറുപ്പ് കൊണ്ടാ. മോളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളയണമെന്ന് അവൻ പറഞ്ഞു കാണും മേഘൻ. അതിനു വേണ്ടിയിട്ടായിരിക്കും വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകുന്നത്. മാർക്കോടെ ആ നമ്പർ ഏറ്റുമല്ലേ? ഏറ്റെന്ന് മാത്രമല്ല, ഇതിലൂടെ അമ്മയുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാനും പറ്റും. ഇപ്പോഴും മേഘനുമായിട്ട് മഞ്ജു ജീവിക്കണം എന്നാണല്ലോ അമ്മ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ചിലപ്പോൾ അത്ഭുതമായിരിക്കും. എന്നാ വാമദേവൻ എന്ന അമ്മാവന്റെ പെങ്ങൾക്ക് ഇതിനപ്പുറം നല്ലവളാകാൻ കഴിയില്ല. അവര് മക്കളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് സ്വത്തിനും പണത്തിനും ഒക്കെയാ. അതിനെ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. സ്വന്തം മകളെ അനുനയത്തിൽ വിളിച്ചോണ്ട് പോയിട്ട് അവളുടെ കുഞ്ഞിനെ കളയാനാണ് സ്വന്തം അമ്മ ശ്രമിക്കുന്നെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്ന് നമ്മൾ അറിയണം മഹി. നാളെ താനൊരമ്മയാവാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയാൽ കമലേശ്വരത്ത് അടുത്ത അവകാശിയാവാൻ പോകുന്ന ആ കുഞ്ഞിനെ ഒരു കാരണവശാലും അവർ ജനിക്കാൻ സമ്മതിക്കില്ല. മകളോട് കരുണ കാട്ടാത്തവര് മരുമകളോട് കാണിക്കൂ. ഇനി ഈ വാർത്ത കേട്ടിട്ട് മകളെ സ്നേഹിക്കാനാണെങ്കിലോ അവര് വിളിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. അവർക്കതിനുള്ള പക്വത ഇല്ല മഹി. അതെ, ഞാനൊന്ന് നോക്കിയിട്ട് ഇറങ്ങിയാ മതി. ഇതിപ്പോ പ്രധാനമന്ത്രിയെ കൊണ്ടുപോകുന്ന പോലെയാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത്. സംശയമുണ്ടോ? ഞങ്ങളൊക്കെ കണ്ണേട്ടന്റെ സെക്യൂരിറ്റി ഗാർഡുകളാ. കുഴപ്പമില്ല, ഇറങ്ങിക്കോ. ഏയ്, ദയവ് ചെയ്ത് എന്നെ പിടിക്കല്ലേ. വാ. ഞാൻ സാധാരണ നിലയിലായ ശേഷം ആദ്യമായിട്ടാ തനിക്കിപ്പോ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇനി ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പോകാനുണ്ട്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാരും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബക്ഷേത്രം ഉൾപ്പെടെ എല്ലായിടത്തേക്കും നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റൂ. ഇനിയിപ്പോ പോവാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കണ്ണേട്ടാ. നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ.
കാലങ്ങൾക്ക് ശേഷം ഭഗവാൻ ഇങ്ങനെ കണ്ടപ്പോ എന്തോ മനസ്സിനകത്തൊരു തണുപ്പ് ഇരിച്ചു കയറിയതുപോലെ. ഭഗവാന് സന്തോഷായി കാണും ഈ ഒരു ഭക്തനെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞതില്. ഈ അമ്പലത്തില് ഞാൻ വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. പക്ഷേ അതത്ര ഓർമ്മ പോലും കിട്ടുന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഭഗവാനെ, എടാ പ്രതാപ, നിനക്ക് ഈ ക്ഷേത്രം ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. പണ്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടടാ. ഓ, അത് ഇവിടെ വന്നപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അത് ശരി. അവളുടെ ശക്തി അത്ര അയ്യപ്പ ഭഗവാനാന്ന് പറഞ്ഞപ്പോഴാ മേഘന്റെ അമ്മ ഈ ക്ഷേത്രത്തെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പോഴും അമ്പലം ഇതാണെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. അയ്യോ, ഇവിടെ വന്നപ്പോഴല്ലേ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. അന്നേ ഇവിടെയെല്ലാം ഭയങ്കര കാടായിരുന്നു. ഇപ്പൊ അതൊക്കെ വീട്ടിൽ തെളിച്ച് ദേ കെട്ടിടങ്ങളെല്ലാം പൊങ്ങി. സീമന്തിനി മോളെയും കൂട്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇവിടുത്തെ പൂജകളൊക്കെ അറിയാവൂ. അയ്യപ്പ സ്വാമിയെ അനുകൂലമാക്കാതെ ഒന്നും നടക്കത്തില്ല എന്റെ പ്രതാപ. എന്നാ പിന്നെ അവരോട് വന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറിയാ പോരെ? നമുക്കതിനു മുമ്പേ ഒരു റൗണ്ട് കയറി പ്രാർത്ഥിക്കാടാ. അവര് വരുമ്പോ വരട്ടെ. ഓ, അയ്യപ്പ സ്വാമിയുടെ മുമ്പിലെ കുറച്ചു സമയം ധ്യാനത്തോടെ നിക്കണം. കൈക്കും കാലിനും ഒക്കെ നല്ല വേദനയാ. അന്നത്തെ അപകടം മാത്രമല്ലല്ലോ, അതിനു മുമ്പ് ഒരുത്തൻ ഇടിച്ച് തുളച്ച് കളഞ്ഞില്ലേ? എന്നെയും വാമേട്ടരെയും പഞ്ഞു കിട്ടില്ലേ? ഒരുത്തൻ വീൽ ചെയറിലായതേ എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ ആ വാമനിപ്പം ജീവനോടെ കാണത്തില്ലായിരുന്നു. ആ മാർക്കും അവനെ ഇടിച്ചു പരിപ്പാക്കിയേന്. എന്ന് വെച്ചാ നിങ്ങളെല്ലാരും കൂടിയാണല്ലോ ഗൂഢാലോചന നടത്തിയതേ. വാമേട്ടൻ മൊത്തത്തിൽ അങ്ങ് മാറിയെന്നാ പറയുന്നേ. പേടിച്ചു കഴിഞ്ഞാൽ എല്ലാരും മാറും. അവൻ ഇതിനു മുമ്പേ വളരെ നിസ്സാരമായിട്ട് കണ്ണന്റെ അച്ഛന്റെ ബൈക്കിൽ ലോറി ഇടിപ്പിക്കാൻ പറ്റി. എന്നാ ഇപ്പൊ അതിന് കഴിയുന്നുണ്ടോ? ഇല്ല. കാരണം അത് മഹാലക്ഷ്മി അടക്കി പിടിച്ചിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം തന്നെ. അമ്മ നടക്ക്. കണ്ണേട്ടാ, വേം വാ, വേം വാ. കണ്ണേട്ടാ, പിന്നാമ്പുറത്തോടെ പൊയ്ക്കോ. ആർക്കും സംശയം തോന്നാതെ പൊയ്ക്കോ.
നമ്മൾ ഇവിടെ വരുന്നത് കാലയെ കൂട്ടി അറിഞ്ഞതുപോലെയാ അവളിവിടെ എത്തിയിരിക്കുന്നത്.